നിർബന്ധിത മതപരിവർത്തനം തടയാനെന്ന പേരിൽ മഹാരാഷ്ട്ര സർക്കാർ കൊണ്ടുവന്ന മഹാരാഷ്ട്ര മതസ്വാതന്ത്ര്യ നിയമം 2026 ഓഗസ്റ്റ് 28 മുതൽ പ്രാബല്യത്തിൽ വന്നു. ശക്തമായ എതിർപ്പുകൾ മറികടന്ന് രാജ്യത്ത് ന്യൂനപക്ഷ വോട്ടുകൾക്ക് ആക്കം കൂട്ടുവാൻ സാധ്യതയുള്ള ഈ നിയമത്തിന് എതിരെ മുൻകരുതലെടുക്കുകയാണ് മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയിലെ പള്ളികൾ. മുംബൈയിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ വിശ്വാസികളിൽ നിന്ന് വ്യാപകമായി സ്വയം പ്രഖ്യാപന ഫോമുകൾ ഒപ്പിട്ട് വാങ്ങാൻ തുടങ്ങി. തങ്ങൾ ആരുടെയും പ്രലോഭനങ്ങൾക്കോ നിർബന്ധങ്ങൾക്കോ വഴങ്ങിയല്ല, മറിച്ച് സ്വന്തം ഇഷ്ടപ്രകാരമാണ് പ്രാർത്ഥനായോഗങ്ങളിൽ പങ്കെടുക്കുന്നതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഈ പത്രിക. പ്രാർത്ഥനായോഗങ്ങളിലേക്ക് അക്രമികൾ ഇരച്ചു കയറുന്നതും കള്ളക്കേസുകൾ ചുമത്തുന്നതും തടയാനാണ് വിശ്വാസികളിൽ നിന്ന് ഈ സമ്മതപത്രങ്ങൾ ശേഖരിക്കുന്നത്. വ്യാജമായ മതപരിവർത്തന ആരോപണങ്ങളിൽ നിന്നും ഏകപക്ഷീയമായ പോലീസ് നടപടികളിൽ നിന്നും സഭയെയും ശുശ്രൂഷകരെയും സംരക്ഷിക്കാനുള്ള ഒരു മുൻകരുതൽ നടപടിയായാണ് സഭാ നേതൃത്വം ഇതിനെ കാണുന്നത്. മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയിൽ പ്രാർത്ഥനായോഗങ്ങൾ തടസ്സപ്പെടുത്തുന്നതും വിശ്വാസികളെ പീഡിപ്പിക്കുന്നതുമായ സംഭവങ്ങൾ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. 2026 ജൂലൈ 31 രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ച നിയമം ഓഗസ്റ്റ് 28 മുതൽ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത് എങ്കിലും നിയമം വരുന്നതിന് മുൻപ് തന്നെ മുംബൈ, താനെ, പാൽഗർ, മീര ഭയന്ദർ, വസായി വിരാർ മേഖലകളിലെ പ്രാർത്ഥനാ ഹാളുകളിൽ സംഘപരിവാർ സംഘടനകളുടെ അപ്രതീക്ഷിത പരിശോധനകളും അക്രമങ്ങളും നടന്നതാണ് വിശ്വാസികളെ ഇതിന് നിർബന്ധിതരാക്കുന്നതെന്ന് PDI റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ 5 മാസത്തിനിടെ ഞായറാഴ്ച പ്രാർത്ഥനകൾ തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് 9 FIRകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഇതിൽ 7 എണ്ണവും പ്രാർത്ഥന നടത്തിയവർക്കെതിരെയായിരുന്നു. ഓഗസ്റ്റ് 5-നും 9-നും സിറ്റി പോലീസ് 2 കേസുകളിൽ പുതിയ നിയമത്തിലെ വകുപ്പുകൾ ചുമത്തിയിരുന്നു. എന്നാൽ നിയമം നിലവിൽ വരുന്നത് ഓഗസ്റ്റ് 28-നാണെന്ന് ആഭ്യന്തര വകുപ്പ് വിജ്ഞാപനം ഇറക്കിയതോടെ ഈ 2 കേസുകളിൽ നിന്നും മതപരിവർത്തന നിരോധന വകുപ്പുകൾ പോലീസ് പിന്നീട് ഒഴിവാക്കുകയായിരുന്നു. പുതിയ നിയമത്തിലെ കടുത്ത വ്യവസ്ഥകളാണ് വിശ്വാസികൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. കുറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാനുള്ള ബാധ്യത കുറ്റാരോപിതനിൽ തന്നെ നിക്ഷിപ്തമാക്കുന്നതാണ് ഈ നിയമം. കൂടാതെ മതപരിവർത്തനത്തിന് മുൻപായി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് മുൻകൂട്ടി വിവരം അറിയിക്കണമെന്നും വ്യക്തികൾക്ക് പുറമെ അവരുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും മറ്റു ബന്ധുക്കൾക്കും പോലീസിൽ പരാതി നൽകാൻ അനുവാദമുണ്ടെന്നും നിയമം വ്യക്തമാക്കുന്നു. ഈ വ്യവസ്ഥകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 25 മുതൽ 28 വരെ പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യം പുതിയ നിയമത്തിന്റെ മറവിൽ ചോദ്യം ചെയ്യപ്പെടുമോ എന്ന ആശങ്കയിലാണ് ന്യൂനപക്ഷ കൂട്ടായ്മകൾ. പള്ളികളിലും പ്രാർത്ഥനാ ഹാളുകളിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചും എത്തുന്നവരുടെ വിവരങ്ങൾ കൃത്യമായി സൂക്ഷിച്ചും സ്വയം പ്രതിരോധം തീർക്കുകയാണ് വിശ്വാസികൾ. പള്ളികൾ എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുന്ന ഇടങ്ങളാണ്. സുരക്ഷ മുൻനിർത്തി വിശ്വാസികൾ ഇത്തരം ഒരു മുൻകരുതൽ സ്വീകരിക്കുന്നത് സ്വാഭാവികമാണെന്നും ബോംബെ ആർച്ച് ഡയസിസ് വക്താവ് ഫാദർ നൈജൻ ബാർഡ് ചൂണ്ടിക്കാട്ടി.